ഫുള്ളായിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു കസ്റ്റമർ എടുത്തിട്ട് കുറേ ഇതിന്റെ കൂടെ നടക്കേണ്ട കേസില്ല. നമ്മൾ എല്ലാ വർക്ക് എടുത്തിട്ടുണ്ട്, എൻജി വർക്ക് എടുത്തിട്ടുണ്ട്, ഫുൾ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പോവാ. അപ്പൊ വണ്ടി സെറ്റാണ്, നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇപ്പൊ നമുക്കറിയാം പുറത്ത് തന്നെ നമ്മളോട് ചോദിക്കണത്, അതായത് ബ്രോ കുറഞ്ഞൊന്നും കിട്ടാനില്ല എന്നുള്ള സ്കീമിൽ നമ്മളോട് തന്നെ 1.80 കുറഞ്ഞത് ആണ് ഇത് ഒരു എന്നുള്ള രീതിയിൽ നമ്മളോട് ചോദിക്കണേ. അതായത് 2 സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് വണ്ടി എടുത്തിട്ട് ഒരു പണി കിട്ടിയ അതിന് 70,000 രൂപക്ക് എടുത്ത വണ്ടിയാണെങ്കിലും 1.5 ലക്ഷത്തിന് എടുത്ത വണ്ടിയാണെങ്കിലും ഫസ്റ്റ് ഒരു പണി കിട്ടിയ ആദ്യം ഒരു ബിഗിനർ വിചാരിക്കല് ഞാൻ ചതിക്കപ്പെട്ടു, പറ്റിക്കപ്പെട്ടു, അങ്ങനെ പറ്റിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ഇനി അതല്ല 2 സ്ട്രോക്ക് വണ്ടികൾ കൂടുതലായിട്ട് പണിയെടുക്കാൻ അറിയാത്ത ആളുകളുടെ അടുത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ചതിയിലാണ് അകപ്പെട്ടത്. അപ്പോൾ ഒരു പക്ഷെ നല്ലൊരു ബില്ലും വരാം. നല്ല പണി അറിയുന്ന ആളുകളും തീരെ പണി അറിയാത്ത ആളുകളുമാണ് ഈ ഒരു ഫീൽഡിൽ ഏറ്റവും വലിയ പ്രശ്നക്കാർ. കാരണം വലിയ ബില്ലിടലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റില്ല. ഇപ്പോൾ എനിക്ക് അനുഭവമുള്ള കുറേ കേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വലിവ് കുറവുണ്ടാവും, ചെറിയ മിസ്സിങ് ഉണ്ടാവും, അതേപോലെ തന്നെ തീരെ പെർഫോമൻസ് ഒരു ഏറ്റവും എക്സാമ്പിൾ പറഞ്ഞാൽ വലിവില്ല മിസ്സിങ് ആണെന്ന് പറഞ്ഞാൽ നേരെ സിലിണ്ടർ സ്ലീവ് ആണ്, ഊരിക്കോ കാർബറേറ്റർ മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു 20,000 രൂപയുടെ ബില്ല് ഇടുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. ശരിക്കും അതിനൊന്നും ഒരു ആവശ്യം വരുന്നില്ല. ഞങ്ങൾ അത് ഒരു പക്ഷെ നിങ്ങൾ ക്യാറ്റ് ഇട്ടിട്ടുണ്ടാവും, ആ ക്യാറ്റ് ഒന്ന് ഊരിക്കാണ്ട് ഓർഡിനറി ഇട്ട് നോക്കുക. അത് സൈലൻസർ ബ്ലോക്കിൽ വലിവ് കുറവ് വരും, അങ്ങനത്തെ കുറേ കേസുകളുണ്ട്. അപ്പോൾ വണ്ടി പണിയെടുപ്പിക്കുന്ന ആളുകൾ ഓക്കെ ആണെന്നും എടുക്കുന്ന പണികൾ കറക്റ്റ് ആണെന്നും നിങ്ങൾ കൂടി ഉറപ്പ് വരുത്തുക. അപ്പോൾ പറ്റിക്കപ്പെടാൻ എപ്പോഴും നമ്മളിപ്പോൾ കടയിൽ നിന്ന് എടുക്കായാലും നിങ്ങൾ കൂടി കാരണക്കാരാണ് ഒരു വണ്ടി നിങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയല്ല. നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഓരോ വണ്ടിയും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു 2 സ്ട്രോക്ക് ഉപയോഗിക്കുന്ന ആളാണ്, അതിന് ശേഷം എൻഡിലാണ് ഒരു ഷോപ്പ് ഇടുന്നത്. അപ്പോൾ അതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ പറയാണ്, നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ വണ്ടികളും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മളിപ്പോൾ ഒരുപാട് പേര് എനിക്ക് തന്നെ അറിയാം, ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ഷോപ്പുകളാണ് വണ്ടികൾക്ക് റേറ്റ് കൂട്ടുന്നത്. ഒരു പക്ഷെ അത് ശരിയായിരിക്കാം, അതല്ലെങ്കിൽ ശരിയാണ്. പക്ഷേ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന വണ്ടികളും പുറത്തുനിന്ന് നമ്മൾ ഫോട്ടോ കണ്ടിട്ട് പോയി എടുക്കുന്ന വണ്ടികളും ആന അണ്ണാനുള്ള ചേഞ്ച് എപ്പോഴും നമുക്ക് തന്നെ കിട്ടലുണ്ട്. അപ്പം നമ്മൾ ഒരു വണ്ടി ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. അതാണ് നമ്മളൊരു രീതി. പിന്നെ ട്രിവാൻഡ്രം, കൊല്ലം ആ ഒരു സൈഡിലൊക്കെ ഉള്ള ഒരു മോഡലാണ്, അങ്ങനത്തെ ഒരു സ്പെക്കാണ് ഇത്. അത്യാവശ്യം നല്ല YBHന്റെ ഇതാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല അടിപൊളി ലുക്ക് ഉള്ള വണ്ടിയാണ് ഇത്. പുതിയ ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പൾസർ ഡിസ്ക് ഉണ്ട്. ഗൈസ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ മലപ്പുറം പുത്തനത്താണിക്കലുള്ള നിഷാദ് ബ്രോയുടെ HDZ മോട്ടോർ ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. എനിക്ക് പനി കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ലാഗ് ചെയ്തിട്ടോ. പിന്നെ ഷോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾക്കറിയാം. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി റീസ്റ്റോറേഷൻ വർക്കിന് കയറ്റിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലാഗ് ഉണ്ട്. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് യൂട്യൂബ് നിർത്തിയെന്നുള്ളത്. യൂട്യൂബ് നിർത്തിയതല്ല, സംഭവം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ലാഗ് ചെയ്ത്. അപ്പോൾ എന്തായാലും ഇന്ന് ഫൈനലി നമ്മൾ HDZ മോട്ടോർ ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുകയാണ്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10,000 രൂപ വരെയൊക്കെയാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളൊരു 2 സ്ട്രോക്ക് ബൈക്കുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക, ഫുള്ളായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യമഹ RX100, യമഹ RX 135, അതുപോലെ തന്നെ ഷോഗൺ, മാക്സ് 100, സാമുറായി, അങ്ങനെ ഒട്ടുമിക്ക ചേതക് പോലുള്ള വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. നിഷാദ് ബ്രോ ഷോപ്പ് തുടങ്ങിയ സമയത്താണ് നമ്മൾ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇത്രയും കളക്ഷൻസ്
ഈ ഒരു ടൈമിലാണ് ഓണത്തിന്റെ ഓഫറിലാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഒരു 20ഓളം വാഹനങ്ങൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. ഓണമായിട്ട് നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽമെറ്റും നിങ്ങൾക്ക് ഓരോ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 3 ദിവസമാണ് ഓഫറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിഷാദ് ബ്രോ നിൽക്കുന്നുണ്ട്. കുറെ നാളായില്ലേ വീഡിയോ ചെയ്തിട്ട്? കുറേ ആയി. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? അടിപൊളിയായിട്ട്. നമ്മള് ഷോപ്പ് തുടങ്ങിയ ഫസ്റ്റ് ടൈമാണ് വീഡിയോ ചെയ്ത്. അതായത് അന്ന് ഷോപ്പ് തുടങ്ങി അന്നൊരു വീഡിയോ ചെയ്ത്, പിന്നെ ഇപ്പോ ഏകദേശം 9 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ രണ്ടാമത്തെ വീഡിയോ. ഞാൻ തന്നെ നമ്മുടെ യൂട്യൂബിൽ 2-3 വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഇതിന്റെ ആവശ്യം വരലില്ല. എങ്ങനെ പോകും, നമ്മൾ കുറച്ചായിട്ട് ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കണം എന്നുള്ള കുറെ മൂടുള്ള ആളുകളുണ്ട്. അതെ അതെ. അപ്പൊ നമ്മള് പഴയ ഒരു കണക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വണ്ടി, എനിക്ക് തോന്നുന്നു ഒരു 15 വണ്ടിയൊക്കെ മാക്സിമം കയറുമ്പോഴേക്കും സോൾഡ് ഔട്ട് ആവും, പിന്നും കയറ്റും അങ്ങനെ. അപ്പൊ നമുക്ക് വീഡിയോ ഇടാൻ ഈവൺ ഒരു റീല് പോലും ഇടാൻ പറ്റില്ല. നല്ലതാണ്, പക്ഷെ ഞാൻ അതാണ് റീസൺ വീഡിയോ ഇടാത്തതെന്ന് പറയാം. അപ്പോൾ ഇനി കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പൊ ഉള്ള വണ്ടികൾ അത്ര പുറത്തുണ്ട് വർക്കില്. അതെ, നമ്മളെടുത്ത് എപ്പോഴും ഒരു 15 വണ്ടിയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. സ്റ്റഡിയിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അടുത്ത് കയറ്റും അങ്ങനെ. അത്യാവശ്യം 20 വണ്ടികൾ ഇപ്പൊ നിലവിൽ നമുക്ക് വൃത്തിക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടി ഇപ്പൊ റെഡിയിലുണ്ട്. ഇവിടെ അല്ലാതെ തന്നെ പുറത്തുണ്ട്, റെഡിയിൽ വണ്ടി ഉണ്ട്. ഓണായിട്ട് ഓഫർ ഉണ്ട്, ബമ്പൻ ഓഫർ ഉണ്ട്. നമ്മള് എന്റെ ചാനലിൽ പറഞ്ഞതിൽ കൂടുതൽ നിന്റെ ചാനലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നീ പറഞ്ഞതുകൊണ്ട് കൊടുക്കുന്നു. സ്റ്റോക്ക് ബൈക്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന മോഹിച്ച് നടക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം ആയിരിക്കും അല്ലെ? ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ വെറുതെ എന്തെങ്കിലും പറയല്ല, നമ്മൾ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഓരോ വണ്ടിയും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു 2 സ്റ്റോക്ക് ഉപയോഗിക്കുന്ന ആളാണ്, അതിന് ശേഷം എൻഡിലാണ് ഒരു ഷോപ്പ് ഇടുന്നത്. അപ്പോൾ അതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ പറയാണ്, നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ വണ്ടികളും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മളിപ്പോൾ ഒരുപാട് പേര്, എനിക്ക് തന്നെ അറിയാം, ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ഷോപ്പുകളാണ് വണ്ടികൾക്ക് റേറ്റ് കൂട്ടുന്നത്. ഒരു പക്ഷെ അത് ശരിയായിരിക്കാം, അതല്ലെങ്കിൽ ശരിയാണ്. പക്ഷേ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന വണ്ടികളും പുറത്തുനിന്ന് നമ്മൾ ഫോട്ടോ കണ്ടിട്ട് പോയി എടുക്കുന്ന വണ്ടികളും ആന അണ്ണാനുള്ള ചേഞ്ച് എപ്പോഴും നമുക്ക് തന്നെ കിട്ടലുണ്ട്. അപ്പം നമ്മൾ ഒരു വണ്ടി ഓക്കെ ആണെന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കും. അതാണ് നമ്മളൊരു രീതി. ഓക്കെ, അപ്പോൾ ഓഫറിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. യെസ്, നമുക്ക് ആദ്യം ഒരു RZ തന്നെ തുടങ്ങാം. ഓക്കെ, RZ KL 84 വരുന്ന വണ്ടി അല്ലേ? റിയോ അല്ലല്ലോ, റിയോ വണ്ടിയാണ്. ഓക്കെ, റീല് ഒരു പ്രശ്നേ ഇല്ല. വണ്ടി ആയാൽ മതി. അതായത് ആകെ ഈ വിന്റേജ് നമ്പറിന് ഒരു വാല്യൂ ഉണ്ട്, വേറെ ഒരു മാറ്റർ ഇല്ല. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പെയിന്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല വണ്ടിയാ, ഫുള്ളായിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒരു കസ്റ്റമർ എടുത്തിട്ട് കുറെ ഇതിന്റെ കൂടെ നടക്കേണ്ട കേസില്ല. നമ്മൾ എല്ലാ വർക്ക് എടുത്തിട്ടുണ്ട്, എഞ്ചിൻ വർക്ക് എടുത്തിട്ടുണ്ട്, ഫുൾ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ സെറ്റ് ആക്കി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പോവാ. അപ്പൊ വണ്ടി സെറ്റാണ്, നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇപ്പൊ നമുക്കറിയാം പുറത്ത് തന്നെ നമ്മളോട് ചോദിക്കണത്, അതായത് ബ്രോ കുറഞ്ഞൊന്നും കിട്ടാനില്ല എന്നുള്ള സ്കീമിൽ നമ്മളോട് തന്നെ 1.80 കുറഞ്ഞത് ആണ് ഇത് ഒരു എന്നുള്ള രീതിയിൽ നമ്മളോട് ചോദിക്കണേ. അതായത് ഒന്നും ചെയ്യാത്ത വണ്ടി, ജസ്റ്റ് വണ്ടി ഓക്കെ ആയിരിക്കും, അങ്ങനത്തെ ഒരു വണ്ടി നമ്മളോട് 1.80 പുറത്ത് ചോദിക്കണം. ആ ഒരു ഇതില് നമുക്ക് ഇത്രയൊക്കെ പണിയെടുത്ത വണ്ടി ഏകദേശം നമുക്ക് 1.80 അടുത്ത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ട് ഉള്ളു പറയാനോ. ആ ഒരു റേറ്റ് ഉള്ള വണ്ടി നിന്റെ ഇതിൽ നമ്മൾ ഓൾറെഡി ഒരു ദിവസം എന്റെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം കൂടി വേണ്ട, 3 ദിവസം. അതെ, ഈ ഒരു പറഞ്ഞ പ്രൈസിൽ 1.80 നമുക്ക് കൊടുക്കാൻ പറ്റും. ആസ്കിങ് 1.95 ആണ്. 1.90 പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തില്ല. കാരണം ഇതേ മോഡലിൽ 2 വണ്ടി വർക്ക് ചെയ്യിപ്പിച്ചിറക്കി. ഒന്ന് പോയി, ഒന്ന് ഇവിടെ വെച്ചപ്പോ നമ്മളും തന്നെ Z എടുക്കണില്ലല്ല, അത് പണിയെടുത്ത് റെഡി ആക്കിയിട്ട് കോൺഫിഡന്റിൽ ഒരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറെ പണിയെടുക്കണം. ഓക്കെ, അപ്പോൾ Z മോഡലുള്ള ആളുകളാണ് നിങ്ങളുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈം ആയിരിക്കും. ബെസ്റ്റ് ടൈം, കാരണം തീർച്ചയായിട്ടും ഈ ഒരു 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 1.90 റേറ്റ് കൊണ്ടുവരും. കാരണം പ്രോഫിറ്റ് കിട്ടണല്ലോ, നല്ല പരിപാടി. കാരണം ഒരു വണ്ടി ഇറങ്ങാൻ 10-40 ആൾ അതിന്റെ ഒപ്പം നടക്കണം എന്ന് പറഞ്ഞ പോലെയാണ്, അത്രയും ടാസ്ക് ആണ്. ഓക്കെ, അപ്പൊ ഇതില് RTRന്റെ ഡിസ്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് കൂട്ടിയാണ്, ഫോർക്ക് ബൂട്ട്, അതുപോലെ തന്നെ എഞ്ചിന്റെ കണ്ടീഷൻ ഒക്കെ എങ്ങനെ? എഞ്ചിൻ പക്കായിട്ട് ഇപ്പൊ ചെയ്തു, ഒരു 50 കിലോമീറ്റർ പോലും ഓടിയില്ല. ഓടി സെറ്റ് ആക്കണം. എഞ്ചിൻ വർക്ക് കഴിഞ്ഞ് വെച്ച വണ്ടിയാണ്. ആരാണോ യൂസ് ചെയ്യുന്നത് അവരായിരിക്കും ഫസ്റ്റത്തെ യൂസ് ചെയ്യുന്ന ആള്. അതെ, അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തില്ല.
2 ടയേഴ്സ് പുതിയതാണ്, വീല് അത്യാവശ്യം നല്ല രീതിയിൽ പുതിയതുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റോക്ക് ഓർഡിനറി സൈലൻസർ ഉണ്ട്, നല്ല വൃത്തിയുള്ള സാധനം പുതിയതായിട്ട് നമ്മൾ നിക്കലിംഗ് പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിസ്റ്റൺ പണി കഴിഞ്ഞ വണ്ടികളാണെന്നുണ്ടെങ്കിൽ 40-30 ആ രീതിയിൽ 1500 വരെ കിലോമീറ്റർ വരെ ഓടിക്കുക. അതായത് ഈ വണ്ടിനെ പറ്റി അറിയണേ, അത് RZ മാർക്കറ്റ് ഇപ്പൊ അറിയണേ, ശരിക്കും ഒരു ബയ്യർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടുതൽ ആലോചിക്കാൻ നിൽക്കും തോന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു വീടിന്റെ മുകളിൽ ഒന്ന് പറയല്ല, മാന്യമായ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും മാന്യമായ റേറ്റ് ആണ് 1.80. അത് നല്ല വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു 1.80 റേഞ്ചിൽ നല്ല വണ്ടി തരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ വണ്ടികൾ കൊടുക്കാനുണ്ടെങ്കിൽ നല്ല വണ്ടികൾ നിങ്ങള്, അതായത് ഞങ്ങൾ പറഞ്ഞ സെയിം റേറ്റിൽ നിങ്ങൾ വണ്ടി നമുക്ക് തന്നിട്ട് കാര്യമില്ല. നമ്മളൊരു 5000 രൂപ 10000 രൂപ ക്യാപ്പില് നമ്മൾ വണ്ടി എടുക്കുള്ളൂ. നമുക്കിതൊരു പരിപാടിയാണ്, നടന്നു പോകണം. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനിൽ തിരിച്ചു തരികയാണെങ്കിൽ നമ്മൾ എടുക്കാനായിട്ട് തയ്യാറായ എത്ര വണ്ടി ഉണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞു. പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യം മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടി. സൗണ്ട് കേൾപ്പിക്കാൻ പറ്റില്ല, ധൈര്യമായിട്ട് കൊണ്ടുനടക്കാം. ഓക്കെ, ആസിഡ് ആയതുകൊണ്ട് നമുക്ക് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റില്ല, പിന്നെ നിൽക്കാൻ കഴിയില്ല ഇതിനുള്ളിൽ. അടുത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള സെക്ഷൻ നോക്കാം. ഏകദേശം ഒരു 7ഓളം വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. KL 14 രജിസ്ട്രേഷൻ, കാസർഗോഡ് രജിസ്ട്രേഷൻ വരുന്ന ഒറിജിനൽ കേരള വണ്ടി. കേരള അത് നോക്കണ്ട കേട്ടോ, ഇപ്പൊ വണ്ടി ആയാൽ മതി ആൾക്കാർക്ക് അല്ലേ, KL ആയാൽ മതി, ഒറിജിനലോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പൊ ആൾക്കാർക്ക് വണ്ടി കിട്ടാത്തതുകൊണ്ട് തന്നെ വണ്ടി ആയാൽ മതി. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 95 മോഡൽ 100, 26 വരെ പേപ്പർ. പിന്നെ നല്ല വണ്ടി, എൻജിനൊക്കെ സെറ്റാണ്. അതായത് ഭയങ്കര ക്ലീൻ വണ്ടിയല്ല എന്ന് വെച്ചാൽ ഒരു നോർമലി ഉള്ളൊരു വണ്ടി. അതായത് ഇപ്പോൾ പുതുതായിട്ട് പണിയെടുത്ത പെയിന്റ് അടിച്ചൊന്നും അല്ല, പക്ഷേ എഞ്ചിൻ നല്ല എഞ്ചിനാണ്. 6 ഹോൾ സൈലൻസർ ഉണ്ട്, സൂപ്പർ സൗണ്ട് ആട്ടോ. ഷോറൂമിനുള്ളിൽ AC ഉള്ളതുകൊണ്ട് സൗണ്ട് കേൾപ്പിക്കാൻ വയ്യ. അപ്പോൾ താഴെ നമ്മുടെ ഷോറൂം നമ്പർ ഉണ്ട്, നിങ്ങൾ വിളിച്ചിട്ട് സൗണ്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവര് ചെയ്തു. അപ്പോൾ ഇത് നല്ല വർക്കിംഗ് ആയിട്ടുള്ള എഞ്ചിനാണ്, ഓടിക്കാൻ നല്ല രസമുണ്ട് ഇത് ഓടിക്കാൻ. കാരണം വെച്ചാൽ ഈ 6 ഹോൾ സൈലൻസർ എപ്പോഴും നല്ല നമ്മുടെ ഫ്ലൂട്ടും പാടിട്ട് ഒരു പ്രത്യേക സൗണ്ടാണ്, അത് ഓടിക്കുമ്പോൾ ഭയങ്കര ഫീലാണ്. അപ്പോൾ അടിപൊളി വണ്ടിയാണ് ഇത്. നമുക്ക് നല്ല ഓഫർ റേറ്റിൽ കൊടുക്കാം. നമ്മളിത് 90 ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വെച്ച വണ്ടിയാണ്. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഇത് നമുക്ക് ഒരു 84 കൊടുക്കാൻ പറ്റും. 84,000 രൂപക്ക് അല്ലേ? നമ്മൾ 90 രൂപ ചോദിച്ച വണ്ടി 84 രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു 3 ദിവസം കൊണ്ട് എടുക്കാം. പിന്നെ ഒരു കോൺഫിഡൻറ്റ് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, എല്ലാവരെക്കാളും ഏറ്റവും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് നമ്മളാണ്. അതെന്താ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഏകദേശം ആ ഒരു നമുക്ക് കിട്ടേണ്ട എമൗണ്ട് പലപ്പോഴും ഇവിടെ വന്നിട്ട് ആരും ചോദിക്കും നിങ്ങളത് ഒന്നും ചെയ്തു തരാത്തത്. നമ്മളിപ്പോ ഒരു വണ്ടിക്ക് നമുക്ക് 82,000 കിട്ടണമെങ്കിൽ നമ്മൾ 82,000 പറയലാണ്. നമ്മളൊരു 90 പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് കസ്റ്റമർ പറയണ്ടെന്നുള്ള രീതിയിൽ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയാലും വിചാരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ പലർക്കും അതൊരു വിഷമം, നിങ്ങൾ എന്താ അതേ റേറ്റ് പറയണേ. കാരണം നമ്മൾ പിന്നെ നിങ്ങളിങ്ങനെ പറയുകയും ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ കുറെ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ നമ്മളൊരു 75,000 രൂപ ഒരു RX100 മതിയെങ്കിൽ നമ്മൾ ആ റേറ്റ് പറയും, 75,000. അപ്പോൾ നമ്മൾ പിന്നെ മാക്സിമം ഒരു 1000 രൂപയ്ക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുള്ളൂ. കാരണം അതിന് കൂടുതൽ കുറച്ചാൽ നമുക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതി ചൂസ് ചെയ്യേണ്ടി വരും. കുറച്ച് കൂടുതൽ പറയാം എന്നിട്ട് കുറയ്ക്കുക, അതിൻ്റെ പരിപാടി നമ്മൾ നിൽക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം പറഞ്ഞ റേറ്റ് ഒന്ന് തന്നെ ആയിരിക്കും. പിന്നെ ഇത്രയൊക്കെ നമ്മളിപ്പോൾ 9 മാസമായിട്ട് ഇത്ര കുറച്ച് വീഡിയോ ഇട്ടിട്ടും നമ്മൾ ഇവിടെ വരുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരുപാട് വണ്ടികൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും വീഡിയോ ഇടാതെ തന്നെ പോകുന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻറ്റ് പറയാൻ പറ്റും നമ്മൾ പുറത്തുള്ള ഒരു ആളുകൾ കസ്റ്റമേഴ്സ് കൊടുക്കുന്ന റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിങ്ങനെ ഓരോ പ്രാവശ്യവും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ തവണ നമ്മൾ തന്നെ വണ്ടി കയറ്റുമ്പോഴും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. കാരണം സ്പെയർ റേറ്റ്, നമ്മൾ അവൈലബിൾ ആവുന്ന വണ്ടികളുടെ റേറ്റ്, നമുക്ക് കിട്ടുന്ന റേറ്റ് കൂടുന്നുണ്ട്. നമ്മൾ തന്നെ ഒരു 85-ന് കൊടുത്ത വണ്ടി നല്ല വൃത്തിയിലോ കൊണ്ടടക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല, എനിക്ക് കിട്ടണം ഇത്ര രൂപ, 90-നാണ് നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുകയാണ്. ആ ഒരു സീനാണ്. അപ്പൊ അങ്ങനെ എഞ്ചിന്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള 100 നല്ല വണ്ടി 95 മോഡൽ വണ്ടി അല്ലേ? അതെ, 95. 2 ടയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ടാങ്ക് സൈഡ് കാറൊക്കെ നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ എഞ്ചിനൊക്കെ നോർമൽ റേഞ്ചിലാണ് നിൽക്കുന്നത്. ബാക്കി കണ്ടീഷന് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് അല്ലേ? ഓടിക്കാനൊക്കെ സെറ്റ് വണ്ടി. പേപ്പർ കാര്യം അതന്നെ 26 വരെയുണ്ട്. 26 ലാസ്റ്റ് വരെ പേപ്പർ ലാസ്റ്റ് 26 വരെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 ദിവസത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 84,000 രൂപക്ക് വിത്ത് ന്യൂ ഹെൽമെറ്റ്. ഓക്കെ, ഈ കാണുന്ന സെക്ഷനിലുള്ള ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വണ്ടി ആരാണോ വണ്ടി എടുക്കുന്നത് അവർക്ക് നിങ്ങൾക്ക് ഏത് ഹെൽമെറ്റ് വേണമെന്നുണ്ടെങ്കിലും അവരുടെ സൈസിൽ ചോദിച്ചതുകൊണ്ട് വെച്ചതാണ്. കാരണം ഹെൽമെറ്റിന് ഒരു പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സൈസിനനുസരിച്ചുള്ള ഒരുപാട് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി എടുക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ചോദിച്ചു വാങ്ങാം. ഈ വണ്ടിയാണ് അടുത്ത വണ്ടി. ഇത് അടിപൊളി വണ്ടി കേട്ടോ. 13 രജിസ്ട്രേഷൻ വരുന്നത്. അത് നമ്മളെടുത്ത് 13 കുറേ ഉണ്ട്. അപ്പൊ ഈ വണ്ടി അടിപൊളി വണ്ടിയാണ്, ഓടിച്ചാൽ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ഇവിടെയുള്ള നിങ്ങൾ ഈ 100കൾ ഓടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പുള്ളൊരു വണ്ടി ഇതാണ്. പിന്നെ നമ്മളൊരു ഫുൾ വർക്ക് കഴിഞ്ഞ വണ്ടി ഉണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ല സ്മൂത്താണ്.
ഈ വണ്ടിന്റെ പ്രത്യേകത എന്താ അറിയോ, നിങ്ങൾക്ക് ഓഫറിൽ ഒരു 93,000 രൂപ നമുക്ക് തരാൻ പറ്റും. ഓഫറിൽ 93,000 അതിനുള്ളിൽ ഉണ്ട്. അത് നിങ്ങൾക്ക് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇതിന് ഡിസ്ക് വരുന്നുണ്ട്, SD ഇത് വരുന്നുണ്ട്, പിന്നെ അത്യാവശ്യം 2 പുതിയ ടയേഴ്സ്, ഈ മുള്ളു പോലും പോയിട്ടില്ല, പുതിയ 2 ടയേഴ്സ് ബാക്കിലും ഫ്രണ്ടിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ എഞ്ചിനൊക്കെ പെർഫെക്റ്റ് ആണ്. ഈ വണ്ടി ഓടിച്ചോൻ എന്തായാലും ഒരു 100 തപ്പി നടക്കുന്ന ആളാണെങ്കിൽ എടുത്തു പോകും. 92 മോഡൽ വണ്ടി, അടിപൊളി 100, അടിപൊളി പറഞ്ഞ സൂപ്പർ വണ്ടി. ഇഷ്ടപ്പെടും. ഇത് 25 ലാസ്റ്റ് വരെയാണ് പേപ്പർ ഉള്ളത്. അടിപൊളി വണ്ടി കേട്ടോ, എടുത്തു പറഞ്ഞെന്ന് വെച്ചാൽ സൂപ്പർ ഓടിക്കാൻ. കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യണ്ട, നേരെ കൊണ്ടുപോകും കസ്റ്റമറിന്. അടുത്ത വണ്ടി ഇത് ഒരു KL7 വണ്ടി, ഇതും 100 ആണ്. 26-27 പേപ്പർ ഉണ്ട്. അതേപോലെ തന്നെ എറണാകുളം വണ്ടി, അതെ, എറണാകുളം നോക്കി വരുന്ന ആളുകൾക്ക് ഓക്കെ ആയിരിക്കും. പിന്നെ പുതിയ പെയിന്റ് ആണ് വരുന്നത്, 2 ടയേഴ്സ് പുതിയതായിട്ടുള്ളത് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ ക്രോം പാർട്സും കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട്. ആൻഡ് ബാറാണ് വരുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് സ്റ്റോക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ വണ്ടി സെറ്റ് വണ്ടിയാണ്. ഇത് നമുക്ക് ഓഫറിൽ ഒരു 90 രൂപ കൊടുക്കാൻ പറ്റും വിത്ത് ഹെൽമെറ്റ്. ഇതിലൊക്കെ ഹെൽമെറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ജനറൽ സർവീസിന് കസ്റ്റമർ പറയണേ നമ്മൾ ചെയ്തു കൊടുക്കും. വണ്ടി ഓടിച്ചിട്ട് എന്തായാലും ഇഷ്ടപ്പെടായിരിക്കൂല. ഇത് നല്ല വണ്ടി, എഞ്ചിനൊക്കെ പെർഫെക്റ്റ് എഞ്ചിനാണ്. ഇപ്പൊ ഈ വന്ന് കണ്ട വണ്ടികളിലൊക്കെ 13-14 കൂടുതലാണല്ലോ. അതായത് 13 ഞാൻ തന്നെ ആലോചിക്കണം, നമ്മളിവിടെ മലപ്പുറത്താണ്, പക്ഷെ ഏറ്റവും കൂടുതൽ വണ്ടി ഇവിടെ വരുന്നത് 13 14 ഉണ്ട്. പക്ഷെ 13ന്റെ അത്ര നമ്മൾ എപ്പോൾ സ്റ്റോക്ക് കയറ്റുമ്പോഴും ഒരു 4-5 KL13 വരും. എന്താ അതിന്റെ കളിന്ന് മനസ്സിലായില്ല. അത്രയും KL13 വണ്ടി ഇപ്പൊ തന്നെ ഇവിടെ നമ്മളെടുത്തൊരു 4 വണ്ടി KL13 അത്രയും വണ്ടി നമ്മൾ എന്ന് കയറ്റുമ്പോഴും KL13 വണ്ടി വരും. എന്താ കളിന്ന് മനസ്സിലായില്ല. അത്രയും KL13 വണ്ടി ഉണ്ട്. അപ്പൊ കണ്ണൂരുകാരുണ്ടൊക്കെ നേരെ വിളിച്ചോളൂ, നമ്മളെടുത്ത് എപ്പോഴും കണ്ണൂർ വണ്ടി ഉണ്ടാവും. അടുത്ത വണ്ടി ഇത് KL14 വണ്ടി. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ. ഇതും 13 ആണോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക്. ഒരു മിനിറ്റ്. ഇത് KL14 ആണ്, കാസർഗോഡ് വണ്ടി. ഇതൊരു ടൈഗർ ആണ്. ടൈഗർ സ്പെഷ്യൽ എഡിഷൻ. സ്പെഷ്യൽ, അതായത് നമ്മുടെ 1L6 വരുന്ന വണ്ടി. 98 നല്ല വണ്ടിയാണ്. 35 നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി. എഞ്ചിൻ നല്ലതാണ്, നല്ല പെർഫോമൻസ് ഉണ്ട്. ഇത് നമ്മൾ കാസർഗോഡ് തന്നെ വാങ്ങിച്ചതാണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടി നല്ല സ്മൂത്ത് ആണ്. 27 വരെ പേപ്പർ ഉണ്ട്, 29 വരെ ടാക്സ് ഉണ്ട്, 25 വരെ നമുക്ക് ഇൻഷുറൻസും ഉണ്ട്. നല്ല സെറ്റ് വണ്ടിയാണ്. ടയർ അത്യാവശ്യം ഉണ്ട്. ഈ ഒരു മഡിന്റെ ഈ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, എനിക്ക് കസ്റ്റമർക്ക് ഓരോ ഇഷ്ടം പോലെ ചെയ്യാം. ഈ മഡ് ടയർ എപ്പോഴും റോട്ടിൽ ഓടിക്കുമ്പോൾ ഇങ്ങനെ കംഫർട്ട് ഉണ്ട്, ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. പക്ഷെ വണ്ടി ഭയങ്കര ഷോ ആയിരിക്കും. ഭയങ്കര ഷോ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഷോ ആയിരിക്കും. പക്ഷെ റോട്ടിൽ ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു പരിപാടി ഉണ്ടല്ലോ കൂടുതലായിരിക്കും മഡ് ടയറിന്. അപ്പൊ ഇടുമ്പോ മറ്റേതാണ് ബെറ്റർ. ഷോക്ക് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അയ്യോ ഡൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അടുത്ത വണ്ടി KL09 പാലക്കാട്. റേറ്റ് വേണ്ടേ? റേറ്റ് ഇതിന്റെ റേറ്റ് നമുക്കൊരു 1 lakhല് പിന്നെ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. അതിൽ നെയിം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം, ഹെൽമെറ്റും കൊടുക്കാം. അടുത്ത വണ്ടി KL09. ഇത് ഫുൾ വർക്ക് കഴിഞ്ഞ വണ്ടിയാണ്. എപ്പോഴും KL9 വണ്ടി അന്വേഷിച്ച് ഞങ്ങളുടെ നാട്ടിലത്തെ വണ്ടി വേണം, അത് 100 വേണമെന്ന് പറഞ്ഞ് ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ പാലക്കാട്ടുകാരാണ്. അപ്പോൾ ഇത് പാലക്കാട് വണ്ടിയാണ്. ഇതിന് അത്യാവശ്യം നല്ല പൈസ കയറ്റിയിട്ടുണ്ട്. ഫുള്ള് വർക്ക്, നല്ല വൃത്തിക്ക് റീസ്റ്റോർ ചെയ്ത വണ്ടി പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഈ റീസ്റ്റോറേഷൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാം. ഒരു കാര്യം, നമ്മൾ മാക്സിമം റീസ്റ്റോർഡ് വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു 70,000 രൂപ ഒരു വണ്ടിയുമ്പോൾ ഏറ്റവും കുറഞ്ഞ കയറ്റണം, ബഡ്ജറ്റ് ആവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വരും. നമ്മൾ വളരെ കുറച്ച് വണ്ടികൾ റീസ്റ്റോർ ചെയ്യാറുള്ളൂ. കാരണം ഒരു വണ്ടി നമ്മൾ 70 രൂപയ്ക്ക് എടുത്തിട്ട് 70 രൂപയുടെ കയറ്റി ആ വണ്ടിന്റെ വില 140 പിന്നെ ഒരു 10 രൂപയും കൂടി പ്രോഫിറ്റ് ഇല്ലാതെ നമ്മൾ ഈ പരിപാടി ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മൾ ആ ഒരു 10 രൂപയുടെ കയറ്റിയാൽ നമ്മളെ സമയവും ഇത്രയും ലാഗും, പിന്നെ നമ്മൾ ഒരു വണ്ടി ഇറക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ്, ഒരു 10 വട്ടം അതിൻ്റെ കൂടെ നടക്കേണ്ടി വരും. ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് 10 രൂപ കിട്ടിയത് നഷ്ടമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ ഫുൾ റീസ്റ്റോറേഷൻ എന്ന് പറയാറില്ല. ആര് പറഞ്ഞതും 140ന്റെ താഴെ ഒരു വണ്ടി കിട്ടിയിട്ട് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ
ആ പറച്ചിൽ ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതായത് കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ട് 1,00,000, 1,10, 1,20 ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അങ്ങനത്തെ വണ്ടികൾ ഉണ്ടെങ്കിൽ ഒരു 1-നോ 1,10 എത്ര വണ്ടി വേണമെങ്കിലും നമ്മൾ എടുക്കാം. കാരണം അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് വെച്ച് അങ്ങനെ ഉള്ള വണ്ടികൾ ഇല്ല എന്നല്ല. റീസ്റ്റോറേഷൻ ഇപ്പൊ കസ്റ്റമർ ചെയ്തിട്ട് അവർക്ക് പിന്നെ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്നാൽ അല്ലെങ്കിൽ ആൾ പുറത്തേക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ അവർ കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ നമ്മളെ കട തുടങ്ങിയിട്ട് ഒരു 5-10 വണ്ടി അത്ര തന്നെ ഉള്ളൂ. ഒരു 5-10 വണ്ടി ഫുൾ റീസ്റ്റോർ ചെയ്ത വണ്ടി നല്ല റേറ്റ് കുറവ് കൊടുത്തിന് 1.5 ആ റേറ്റിൽ. അതായത് പക്ക റീസ്റ്റോർ ചെയ്ത വണ്ടി. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന എന്താണ്, നമുക്ക് അതിലും കുറച്ച് കമ്മിയാക്കിയിട്ട് കിട്ടുന്നതുകൊണ്ട് കസ്റ്റമർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്താൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വണ്ടി 10-40,000 രൂപ എനിക്ക് ഈ ഒരു രൂപത്തിലാക്കാൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. എന്നിട്ട് ഈ ഒരു എമൗണ്ട് എനിക്ക് വന്നെങ്കിൽ പുറത്തുള്ള ഒരു കസ്റ്റമർ അത് 60 രൂപ വരും. എൻ്റെ അടുത്ത് ലാബേഴ്സ് ഉണ്ട്, നമുക്ക് ഫുള്ള് സ്പെയർ അവൈലബിൾ ആണ്, നമ്മളെ കയ്യിലുണ്ട്. എന്നിട്ട് ഇത്ര വന്ന കസ്റ്റമറിന് എത്ര വരും? അതാണ്. അപ്പൊ ഈ വണ്ടി കംപ്ലീറ്റ് പണി ചെയ്തിട്ട് ഇത് നമുക്കൊരു 1.10 കസ്റ്റമറിന് കൊടുക്കുക, അതിന്റെ ഇതിന് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും 1.15 മേലേക്ക് കിട്ടിയാൽ ഇത് മുതലാവുള്ളൂ. അത്രയും പെർഫെക്റ്റ് എഞ്ചിൻ, നല്ല കണ്ടീഷൻ, KL9, അതും ഫാൻസി നമ്പർ. അടിപൊളി വണ്ടി, ഒന്നും നോക്കണ്ട, നേരെ നിങ്ങൾക്ക് വാങ്ങിച്ച് അങ്ങനെ കൊണ്ടടക്കാം. അത്രയും അടിപൊളി വണ്ടി. ഇനി ഇതിമ മാറാനായിട്ട് വളരെ അപൂർവ സാധനങ്ങളുള്ളൂ. അത് കമ്പനി ഒറിജിനൽ ആയതുകൊണ്ടും അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമേ ഇതിമ വെക്കുള്ളൂ. എന്തെങ്കിലും ഒരു സാധനം മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റും. അതാണ് നമ്മളെ രീതികൾ. അപ്പോൾ ഇത് പക്ക വണ്ടിയാണ്, ധൈര്യമായിട്ട് കൊണ്ടെടുക്കാം. 1.10 എന്ന് പറയുമ്പോൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പണിയെടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് വെറുത്താന്ന് മനസ്സിലാവും. ഇവിടെ വന്ന് ഓടിച്ചു നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത് അത്രയും കണ്ടീഷൻ ഉണ്ട്, അടിപൊളി വണ്ടി. ഒന്നും നോക്കാതെ കൊണ്ടെടുക്കാം. നിന്റെ കസ്റ്റമർ നമുക്ക് കൊടുക്കും ചെയ്യാം, കൂടെ ഒരു ഹെൽമെറ്റും കൊടുക്കാം. അവർ പറയുന്ന ഹെൽമെറ്റ് കാട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് വണ്ടി ആയിരിക്കും അല്ലേ? യെസ്. വേറൊരു പ്രത്യേകത എന്താ അറിയോ, ഞാൻ മനസ്സിലാക്കുന്നത് എല്ലായിടത്തും പണി അറിയുന്ന ആളുകളുണ്ട്, എല്ലാ മെക്കാനിക്സിലും നല്ല ഐഡിയ ഉള്ള ആളുകളുണ്ട്. ഇപ്പോൾ എല്ലാ സൈഡിലും കുറച്ച് ആളുകൾക്ക് നല്ല പണി അറിയാം. അതൊക്കെ ശരിയാണെങ്കിലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണതാണ്, നമ്മൾ പാലക്കാട് നിന്ന് 100 എടുക്കുമ്പോൾ അതിൻ്റെ ഒരു എൻജിൻ പെർഫെക്ഷനും ആ ഒരു സൗണ്ടും കറക്റ്റ് ബീറ്റും അതേപോലെ തന്നെ ആ ഒരു പെർഫോമൻസും നമുക്ക് അത്ര കിട്ടാറില്ല. അതായത് എല്ലായിടത്തും നമുക്ക് നല്ല വണ്ടികൾ കിട്ടാറുണ്ടെങ്കിലും ഈ ഒരു പാലക്കാട് വണ്ടികളുടെ പ്രത്യേകത പറയുമ്പോൾ അവിടെ പണി അറിയണ ഒരുപാട് പേരുണ്ട്. അവർ പണിയെടുത്താൽ ശരിയാവണ പോലെ വേറെ അത്രത്തോനെ നമ്മൾ നാട്ടിലുള്ള ആളുകൾ പണിയെടുത്താൽ ശരിയാവണില്ല എന്ന് തോന്നാറുണ്ട്. കാരണം ഇവിടുന്നൊക്കെ നല്ല വണ്ടികൾ കിട്ടലുണ്ടെങ്കിലും മെജോറിറ്റി നമുക്ക് അവിടുന്നാണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ അവിടുന്ന് ഒരു 10 വണ്ടി എടുക്കുമ്പോൾ അതിൽ ഒരു 6 വണ്ടിയെങ്കിലും വേറെ ലെവൽ എഞ്ചിനായിരിക്കും, നല്ല സൗണ്ട്, നല്ല പെർഫോമൻസ്. കാരണം പാലക്കാടുകാർക്ക് 100 പണിയെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് തോന്നിയിട്ടുണ്ട്. അത് എന്താ അവരുടെ പെർഫോമൻസ് അങ്ങനെ ആയിരിക്കും അവരെടുത്ത വണ്ടികളുടെ. ഇപ്പൊ മറ്റുള്ള ജില്ലകളിലോരെ പറയല്ല, അവര് നമുക്ക് കൂടുതൽ 10 വണ്ടി എടുക്കുമ്പോൾ ഒരു 6 വണ്ടിയും എഞ്ചിൻ വേറെ ലെവലാണെങ്കിൽ ഒരേ സ്പെക്ക്, ഒരേ പെർഫോമൻസ്, എല്ലാം ഒരേപോലെ. അപ്പൊ അതിനർത്ഥം അവിടെ അതിനായിട്ടുള്ള ആളുകൾ ഉണ്ട് തന്നെയല്ലേ. അതും പാലക്കാട് പല പല ഏരിയയിൽ നിന്ന് എടുക്കുമ്പോഴും. KL09 പീൽ വരുന്ന വണ്ടി പാലക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടി KL76 റീവണ്ടിയാണോ അത്? യെസ്, ഇത് റീവണ്ടിയാണ്. റീവണ്ടി ആണെങ്കിലും ഇത് നമുക്കറിയാം ഇപ്പൊ കുറച്ച് ഒരു എറണാകുളം അതേപോലെ തന്നെ ട്രിവാൻഡ്രം, കൊല്ലം ആ ഒരു സൈഡിലൊക്കെ ഉള്ള ഒരു മോഡലാണ്. അങ്ങനത്തെ ഒരു സ്പെക്കാണ് ഇത്. അത്യാവശ്യം നല്ല YBHന്റെ ഇതാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല അടിപൊളി ലുക്ക് ഉള്ള വണ്ടിയാണ് ഇത്. പുതിയ ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പൾസർ ഡിസ്ക് ഉണ്ട്. സാമുറായിന്റെ ഇതാണ് വരുന്നത് ഹെഡ്ലൈറ്റ്. മീറ്റേഴ്സ് ഇത് വരുന്നുണ്ട്, മീറ്റേഴ്സ് വരുന്നുണ്ട്, വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മളെ മൈസൂർ വർക്കിംഗ് ആണ്. ആണ് മൈസൂർ ഷാഫിയുടെ ചാമ്പർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തായാലും അതിനുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാവും. പെർഫോമൻസ് ചാമ്പറാണ്. അതേപോലെ തന്നെ ടയേഴ്സും കാര്യങ്ങളൊക്കെ പുതിയതാണ് വരുന്നത്. ഈ വണ്ടി എടുക്കണോ എനിക്ക് ഒന്നും ചെയ്യേണ്ട, നേരെ കൊണ്ടടക്കാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ രൂപത്തിൽ സാധാരണ ഒരു വണ്ടി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-25 രൂപ ആ ലെവലിൽ കയറും, അതിലേറെ കയറും. കാരണം ഈ ചാമ്പറിനൊക്കെ അത്യാവശ്യം മൈസൂർ ഷാഫിൻ്റെ ചാമ്പറിന് ഒരു 10 രൂപ ലെവലിൽ എന്തായാലും ഉണ്ടാവും. അത്യാവശ്യം നല്ല ചാമ്പറാണ് വരുന്നത്, നല്ല പെർഫോമൻസ് ഉള്ള വണ്ടി കേട്ടോ. പിന്നെ ഈ വണ്ടി ഓടിക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ സൗണ്ടും അടിപൊളിയാണ്, വണ്ടീൻ്റെ പെർഫോമൻസും അടിപൊളിയാണ്. 100 ആണ്, 25 വരെയാണ് പേപ്പർ, 25 ലാസ്റ്റോ മറ്റോ പേപ്പർ ഉണ്ട്. വണ്ടി അടിപൊളി വണ്ടി, ഒന്നും നോക്കണ്ട, നേരെ എടുത്ത് കൊണ്ടടക്കുക. നിന്റെ കസ്റ്റമേഴ്സിന് നമുക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു 1 കൊടുക്കാൻ പറ്റും, വിത്ത് ഹെൽമെറ്റ് കൊടുക്കാൻ പറ്റും. ഈ വണ്ടിയൊക്കെ നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനത്തെ രീതിയിലുള്ള വണ്ടികളാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന വണ്ടികൾക്കൊക്കെ നമ്മൾ ഒരു മേജർ ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിമ കെട്ടി വെച്ച് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കൂല. നമ്മളത് ക്ലിയർ ചെയ്തിട്ട് എത്രയാണ് എമൗണ്ട് ആയത് അത് കയറ്റിയിടും.
അത് ചെയ്താൽ മതി. ഓരോ ആളുകളും ശരിക്ക് ഒരു 2 സ്ട്രോക്ക് ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പണി വന്നാൽ ആ പണി കസ്റ്റമർ കാണാതെ അഡ്ജസ്റ്റ് ചെയ്തിടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മേജർ ഇഷ്യൂ ആണ്, ഒരാൾ വയ്യിൽ പെടുന്നു തോന്നുകയാണെങ്കിൽ അത് ചെയ്തിട്ട് അതിന് ബില്ലാണ് കയറ്റിയിട്ടാൽ മതി. നമ്മളിപ്പോൾ അതാണ് ഫോളോ ചെയ്യുന്നത്. ഇതിന്മേ ഇപ്പോൾ ഒരു പണി വന്നാൽ നമ്മൾ ആ പണി എടുക്കും, അതിൻ്റെ ബില്ലും പാടെ കയറ്റിയിടും, വണ്ടി പോവും. വണ്ടി എത്രത്തോളം പെർഫെക്റ്റ് ആണ് അത്രത്തോളം മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. അപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ കുഴപ്പമില്ല എന്ന് വെക്കും, അതിൻ്റെ അപ്പുറം നമ്മൾ കാണുന്നുണ്ടാവും, നമ്മൾ ക്ലിയർ ചെയ്യും, എന്നിട്ട് അതിനുള്ള എമൗണ്ട് കയറ്റിയിടും. അങ്ങനെയുള്ള പരിപാടി നടക്കുള്ളൂ. അതാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള സ്റ്റോക്കുകൾ. ഇനിയും പുറത്ത് വണ്ടികളുണ്ട്. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഇറങ്ങുമ്പോൾ ഉള്ളിലേക്ക് കയറ്റിലാണ് നമ്മളൊരു പതിവ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതിൻ്റെ അടുക്കപ്പോൾ ഒരു സാമുറായി കൺവേർട്ടർ ഷോഗൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഡ്വാൻസ് ആയതുകൊണ്ടാണ് മാറ്റിയിട്ടത്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അടുത്ത വണ്ടി KL 13 വരുന്ന മാക്സ് ഉണ്ട് അല്ലേ? സ്റ്റോക്ക് വണ്ടി ഒന്നും ചെയ്തില്ല. 2029 വരെ പേപ്പറാണ്. കിട്ടിയാണ്. നിങ്ങൾക്ക് എന്ത് മോഡലാക്കിയാലും അടുത്ത 5 വർഷം ആരും പേടിക്കണ്ട. പോലീസ് കണ്ടാ പേടിക്കണം. അതായത് റിന്യൂവലിന് കൊണ്ടുപോകുന്ന വിചാരിച്ചിട്ടൊന്നും ഊരണ്ട. നല്ല വണ്ടിയാണ്. 2029 വരെ പേപ്പറുള്ള മാക്സ് ഉണ്ട്. കിട്ടാൻ പാടാ. അതെ, കിട്ടാൻ പാടാ. അതും തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഓടിച്ചു വരാനും. എന്നോട് ഇത് പർച്ചേസ് ചെയ്യാൻ പോലും പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല സ്മൂത്ത് ആണ് വണ്ടി, സെറ്റ് ആണ് ഇത്. ഓക്കെ, ബാക്കി എഞ്ചിന്റെ കണ്ടീഷന്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പേപ്പർ 26, 29 വരെ 5 കൊല്ലത്തിന് തിരിഞ്ഞു നോക്കണ്ട, ഭാഗം നോക്കണ്ട. പിന്നെ എഞ്ചിൻ പെർഫെക്റ്റ് ആണ്, ടയറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ ഇല്ലാത്ത കേസില്ല. നമ്മുടെ അടുത്ത് പല ടൈപ്പ് കളറിലും സാമുറായിക്ക് മാച്ച് സെറ്റ് ഉണ്ട്. നമ്മൾ ഇതൊന്ന് ബഡ്ജറ്റ് കുറക്കാം, അതല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ആളുകൾക്ക് പണിയാം എന്നുള്ള രീതിയിൽ ഇവിടെ ഇട്ടതാണ്. ഇതിപ്പോ നമുക്ക് ഇതിപ്പോ ഒരു ബോഡി ഗേറ്റിൽ മാത്രം വരികയാണെങ്കിൽ ഒരു 6 രൂപയിലൊക്കെ നമുക്ക് നടക്കുന്നുണ്ടാവും. നമ്മളിതിങ്ങനെ വെച്ചതാണ്. എന്തെങ്കിലുമൊക്കെ ഇത് ഫൈനൽ ഒരു 40 രൂപ കൊടുക്കാം. വലിയ കാര്യമൊന്നുമില്ല നമുക്ക്, അതാണ് സത്യം. ഓക്കെ, അടുത്ത വണ്ടി KL 07 വരുന്ന മാക്സിനടാ ഷോഗണ. ഇത് സാമുറായി. ഓക്കെ, ഷോഗൺ ഇവിടെ കയറ്റിയില്ല, ഒക്കെ അവിടെ ഉണ്ട്, പുറത്തുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, ഷോഗൺ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്ത്. പിന്നെ ഷോഗൺ ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ വേറെ കളറിൽ ചെയ്യില്ല. ഷോഗണ് അതിന്റെ സ്പെക്കിലേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു തൃപ്തികേടാ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽസ്? ഇതിപ്പോ പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയല്ലേ? പെയിന്റിങ് കഴിഞ്ഞാണ്. എഞ്ചിൻ വർക്ക് നല്ലതാണ്, എഞ്ചിൻ ഓക്കെ ആണ്. പിന്നെ ടിസ്റ്ററിന് മറുകാട് ഈ ടിസ്റ്ററിന് മറുകാട് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു 1000 രൂപയുടെ മുകളിൽ ചെലവ് വരും. ക്ലൈം പഠിപ്പിക്കലും ഈ ടിസ്റ്ററിന്റെ മറുകാട് നമ്മൾ കൂടുതൽ സായി എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് യൂസ് ചെയ്യല്. പെട്ടെന്ന് പൊട്ടൂല. അപ്പോൾ നമുക്ക് 1000 രൂപ മേലെ അതന്നെ ചെലവ് വരുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ വണ്ടി സെറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. കാരിയർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എഞ്ചിന്റെ കണ്ടീഷൻ എങ്ങനെ? എഞ്ചിൻ ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. സീനൊന്നുമില്ല. പേപ്പർ വാലിഡിറ്റി നമ്മൾ എഞ്ചിൻ ചെയ്തല്ലോ, പക്ഷെ നമുക്ക് കേട്ടാ അറിയാലോ. പേപ്പർ വാലിഡിറ്റി 26 തോന്നുന്നു. ഓക്കെ, 26 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി കംപ്ലീറ്റ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയ വണ്ടിയാണ് അല്ലേ? എങ്ങനെയാണ് ആസ്കിങ്? ഇത് ഏകദേശം നമ്മളൊരു ഓഫർ പ്രൈസിലാണെങ്കിൽ തന്നെ ഒരു 56 രൂപ ഓഫർ പ്രൈസിലാണെങ്കിൽ ആ റേഞ്ച് വരും. എടുക്കുന്നവർക്ക് ഇനി ചെയ്യാല്ല, ഒന്നും ചെയ്യാല്ല, കൊണ്ടെടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി KL 07 ഇതാ. ഇത് നല്ല മെറ്റാലിക് പെയിന്റിലാണ്, 2 ഷെയ്ഡ് കളറാണ്. നല്ല എക്സ്പെൻസീവ് പെയിന്റ്. അതായത് ഈ ഒരു പെയിന്റിന് തന്നെ നല്ല പൈസ ഒന്നാണ്, ഏകദേശം ഒരു 10 രൂപന്റെ അടുത്ത്. പറഞ്ഞ ഒരാൾ വിശ്വസിച്ചു തരില്ല. അതായത് കോസ്റ്റ്ലി ആയിട്ടുള്ള പെയിന്റ് ആണ്. വേറൊരു വണ്ടിക്ക് വേണ്ടി എടുത്തതായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടിച്ചിട്ട് ഇതിനടിച്ചതാണ്. എഞ്ചിന്റെ കണ്ടീഷൻ എങ്ങനെ? എഞ്ചിൻ പക്ക എഞ്ചിൻ, നല്ല എഞ്ചിൻ. ട്വിസ്റ്റർ മറുകാട് ഉണ്ട്. അതേപോലെ തന്നെ സീറ്റ് കാര്യങ്ങൾ നല്ല മാറ്റമുണ്ട്. സാമുറായിന്റെ കയറ്റിണ്ടായിരുന്നു. നമ്മൾ ഷോഗണൊക്കെ വരുന്ന കയറ്റിയുണ്ട്. വണ്ടി ഓടിക്കാനും സ്മൂത്ത് ആണ്, എല്ലാം ക്ലിയർ ആണ്. വർക്ക്ഷോപ്പിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്ന ഇതൊരു 10-15 നമ്മളൊരു മാസം കൊടുക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഏറ്റവും കൂടുതൽ ഇതാണ്. പിന്നെ നമുക്ക് വിളിക്കണതിൽ കൂടുതൽ യമയാണ് ചോദിക്കലെങ്കിലും പെട്ടെന്ന് ഇവിടുന്ന് വണ്ടി പോണത് ഇതാണ്. പണ്ട് നമ്മൾ RZ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. 2014 അന്ന് ഒരു RZ റേറ്റ് ഒരു 50 രൂപയ്ക്കാണ്. ഞാനൊക്കെ എടുത്ത പ്രൈസ് അറിയുന്നത്. ആ ഒരു ടൈമിൽ 50 പറയുമ്പോൾ വലിയ പൈസ ഇല്ലായിരുന്നു. ഇന്ന് ഈ ഒരു വണ്ടികളാണ് ഏകദേശം ഒരു 50, 60, 70 രൂപക്കൊക്കെ പുറത്ത് വണ്ടി പോകുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം. അതായത് അൾട്ര ചെയ്ത സാമുറായി മാച്ചിലൂടെ 70 രൂപക്കൊക്കെ പിള്ളേർ കൊണ്ടുപോകുന്നുണ്ട്. ലുക്ക് നല്ലതായിരിക്കും. പിന്നെ മെയിൻ്റെനൻസ് പൊതുവെ മാത്സിലും ഈ ഒരു കുറവാണ്. നല്ല മൈലേജ് 40-45 മൈലേജ് കിട്ടും. പിന്നെ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അങ്ങനെ ഓടും എമേനേക്കാൾ കൂടുതൽ. പക്ഷെ സ്പെയർ അവൈലബിലിറ്റി ചിലതിൻ്റെതൊക്കെ കോയമ്പത്തൂരൊക്കെ പോകണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ യമഹയുടെ സ്പെയർ കിട്ടുന്ന പോലെ ഇതിന് പക്ഷെ സുലഭമല്ല. പക്ഷെ ഇതിന്റെ സ്പെയർ റേറ്റ് കുറവാണ്. മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ പണി വരുള്ളൂ.
ഈ വണ്ടിക്ക്. അങ്ങനെ പ്രത്യേകത ഇത് ഏകദേശം ഇത് ഒരു 55 റേഞ്ചിൽ ഓഫറിൽ വരും. എല്ലാ വണ്ടികൾക്കും ബാർ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ വണ്ടിയൊക്കെ എന്താ അറിയോ, ഇങ്ങനത്തെ വണ്ടിയൊക്കെ നമ്മൾ എടുക്കുന്നത് ഒരു 30 രൂപ റേഞ്ചിലൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ കൊടുന്നിട്ട് ഒരു 10-20 രൂപ അല്ലെങ്കിൽ 15 രൂപ കയറ്റാതെ ഈ രൂപ ആവില്ല. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഒക്കെ ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതൽ മെനക്കെടുണ്ട്. ഒരു വണ്ടി ഇങ്ങനെ ആക്കാൻ നമ്മളെ കൂടെയുള്ള ആൾക്കാർ നടക്കുകയാണ്, എന്നിട്ടാണ് ഈ രൂപ ആവുന്നത്. അപ്പോൾ ഒരു ഏതൊരു വണ്ടി എടുത്താലും ഒരു 10-15 രൂപയും കണ്ണ് ചിമ്മി കയറുണ്ട്. അടുത്ത വണ്ടി ഇത് പേപ്പർ 25 ആണ്. ആണെന്ന് അത് 26 അങ്ങനെയാണ്. തൃശ്ശൂർ വണ്ടി അല്ലേ? ഇത് തൃശ്ശൂർ വണ്ടി. യെസ്, K8. ഇത് 2029 വരെ പേപ്പർ. ഇപ്പൊ റിന്യൂവൽ എടുത്തിട്ട് മോഡിഫിക്കേഷൻ ചെയ്താണ്. ഒന്നും ചെയ്യാനില്ല, നേരെ കൊണ്ടെടുക്കുക. ഈ കൂട്ടത്തിൽ ഈ ഒരു 3-ലും ഇതിനേക്കാൾ കൂടുതൽ കുറച്ച് ഓൾട്രേഷൻ നമുക്ക് ഫീൽ ചെയ്താൽ, കാരണം ഹൈറ്റ് കൂടുതലായിട്ട് ചെയ്തിരിക്കണ്. അതേപോലെ തന്നെ നമ്മുടെ ഷോഗന്റെ സീറ്റ് ചെയ്തിട്ടുണ്ട്, ഷോഗന്റെ ഇൻഡിക്കേറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്, ഷോഗന്റെ വരുന്നുണ്ട്, ഈ ഒരു ബാർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, മിറേഴ്സ് ഉണ്ട്. ഈ വണ്ടി ഒന്നുകൂടി കൂടുതൽ നമുക്ക് ഷോറൂമിൽ ബില്ലായി ഏകദേശം ഒരു ഈ ഒരു പ്രൈസിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. 2029 വരെ പേപ്പർ ഉണ്ട് വിത്ത് ഹെൽമെറ്റ് കൊടുക്കാം. ഈ വണ്ടി വരുന്നത് കൺവേർട്ടഡ് സാമുറായി ആണ്, അതായത് ഷോഗൺ കൺവേർട്ടഡ് വണ്ടിയാണ്. കുറേ പേർക്ക് ഈ കൺവേർട്ടഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ബുദ്ധിമുട്ടും ഒരു വിഷമമൊക്കെ ഉണ്ട്. ഈ കൺവേർട്ടഡ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വൈസർ മാറുക എന്നുള്ളത് മാത്രമാണ് കൺവേർട്ടഡ് കൊണ്ടുള്ള നിലവിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ആ ഒരു ഉദ്ദേശം. അല്ലാതെ എൻജിൻ മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്രൈസിൽ തരാൻ പറ്റില്ല, ഒരിക്കലും ഈ ഒരു മൈലേജ് നിങ്ങൾക്ക് കിട്ടൂല. പിന്നെ ഒരു ഷോഗൺ ഏകദേശം ഒരു 80 രൂപ ലെവലിൽ നല്ല വണ്ടി കിട്ടാണ്ട്, അപ്പോൾ പിന്നെ ഈ വണ്ടി അങ്ങനെ പണിയെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യണത് കൺവേർട്ടഡ് പറഞ്ഞിട്ട് ഈ ഒരു സാധനം മാറ്റി വെക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ മൈലേജ് നല്ല ഉണ്ടാവും, നല്ല അത്യാവശ്യം മെയിൻ്റനൻസ് കുറവാണ്. അതൊക്കെയാണ് ആളുകൾ ഈ ഒരു കൺവേർട്ടഡ് സാമുറായി എടുത്ത് ഷോഗൺ എന്ന് പറയാനുള്ള അത് കൊണ്ടെടുക്കാനുള്ള ഇഷ്ടം കാണിക്കാനുള്ള കാരണം. അപ്പോൾ കുറച്ച് പേർക്ക്, വളരെ കുറച്ച് പേർക്ക് ഷോഗൺ കൺവേർട്ടഡ് സാമുറായി എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. എൻജിൻ മാറിയില്ലല്ലോ പിന്നെ എന്താന്ന് ഇങ്ങനെയാണ് ആളുകൾ പറഞ്ഞത്. ഇപ്പൊ നമ്മളായിട്ട് ഒരു പേരുണ്ടാക്കിക്കാണ്ട് കൺവേർട്ടർ ഷോഗൺ എന്ന് പറയണതല്ല, ഇങ്ങനെ ആളുകൾ പറയുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരുന്നത്. അല്ലാതെ നമ്മളായിട്ട് ഒരു പേരുണ്ടാക്കിയതല്ല, ഇത് മാത്രമാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതിലാണ് ഷോഗൺ എന്ന് പറഞ്ഞത്. പിന്നെ ഗ്രാഫിക്സ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും, ഷോഗണിന്റെ ഇൻഡിക്കേറ്റേഴ്സ് വെക്കും. ഷോഗൺ ഒരിക്കലും ഈ റൗണ്ട് ഇൻഡിക്കേറ്റേഴ്സ് അല്ല, സാമുറായിക്ക് റൗണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നത്, ഇത് സ്ക്വയർ ആണ്. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പൊ ഇത് ലാസ്റ്റ് മോഡൽ വരുന്ന വണ്ടിയാണ്, അതാണ്. പിന്നെ ഇനി സാമുറായിൽ തന്നെ ഷോഗൺ കൺവേർട്ട് ചെയ്യണം, ഞങ്ങൾക്ക് അതാണ് ആവശ്യം, എൻജിൻ മാറണം എന്നൊക്കെ പറഞ്ഞവർക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മളുടെ സാധനം ഉണ്ട്. പക്ഷെ അതിന്റെ ആവശ്യം ആളുകൾക്കില്ല, കാരണം ഇതിന്റെയും ഷോഗന്റെയും മൈലേജ് പകുതിയിൽ കൂടുതൽ മാറ്റാണ്. ഞാൻ ഷോഗ് ഉപയോഗിക്കുന്ന ആളാണ്, 18-20 എൻ്റെ മൈലേജ്. അതിനനുസരിച്ച് പോയാൽ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് നിന്റെ കസ്റ്റമേഴ്സിന് ഒരു 55 രൂപക്ക് കൊടുക്കാൻ പറ്റും. അതിൽ നമുക്ക് വേണമെങ്കിൽ 56 വിത്ത് ഹെൽമെറ്റ് കൊടുക്കാം, മറ്റേ നമുക്ക് ചിലപ്പോൾ അടിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇത് നല്ല വണ്ടിയാണ്, ഫുൾ വർക്കേജ് ഉണ്ട്, പിന്നെ ടയേഴ്സും കാര്യങ്ങളും, ടെസ്റ്ററിന്റെ മറുകാട്, ഹൈറ്റ്, അതേപോലെ തന്നെ നല്ല അടിപൊളി ഗ്രാഫിക്സ്, നല്ല സൂപ്പർ പെയിന്റ്, ഒരു മെറ്റാലിക് ടൈപ്പ് പെയിന്റ് അടിച്ചിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫിനിഷിന്റെ ഷോക്ക് അബ്സർ ഉണ്ട്, അതേപോലെ തന്നെ മിറർ നമ്മൾ ഇട്ട് കൊടുക്കും. ഷോഗന്റെ ടൈപ്പ് വരുന്ന മീറ്ററാണ് വരുന്നത്. ലാസ്റ്റ് മോഡലിനൊക്കെ സാമുറായിക്ക് ഏകദേശം ആ ഒരു രൂപത്തിലുള്ള ചെറിയ മാറ്റങ്ങളുണ്ട്, അതായത് രൂപത്തിലല്ല, ഇതിലെ സെറ്റിങ്സിലൊക്കെ മാറ്റണം, അങ്ങനത്തെ ഒരു മീറ്ററാണ് വരുന്നത്. അത്യാവശ്യം നല്ല വണ്ടി, ഓടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതൊന്നും നമ്മൾ ലോക്കൽ അല്ല ഇടുന്നത്, അത് നമ്മൾ എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 800-700 രൂപയ്ക്ക് ഈ ടൈപ്പ് മാസ്ക് കിട്ടും. അത് ജസ്റ്റ് ഇതൊന്ന് നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയാൽ തന്നെ പൊട്ടും. അതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് വണ്ടി എവിടെയെങ്കിലും തട്ടിയാൽ അതപ്പോൾ പൊട്ടും. ഇതൊന്നും പെട്ടെന്ന് പൊട്ടൂല, ഇത് അത്യാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ്, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇത് വൈസർ ഗ്ലാസും വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇപ്പം ഇതൊക്കെ നമ്മൾ ക്വാളിറ്റി നല്ലതാക്കിയിട്ട് തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഒരു ചെറിയ തട്ടലോ മുട്ടലോ വന്നാൽ പൊട്ടരുത് എന്ന് വിചാരിച്ചിട്ട് നല്ല ചെയ്യുന്നതാണ്. അപ്പോൾ റേറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ ഇതാണ് സാധാരണ ഇട്ട് കൊടുക്കൽ. പിന്നെ ടെസ്റ്ററിന് മറുകാട് ഒരുവിധ വണ്ടികളിലൊക്കെ നമ്മൾ ചെയ്യാൻ പറയാറുണ്ട്, ചെയ്യലും ഉണ്ട്. അപ്പോൾ വണ്ടികൾ കുറേ നമുക്കിത് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം 10-15 വണ്ടി ആ ലെവലിലേക്ക് ഒരു മാസം പോണ രീതിയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് കൺവേർട്ടഡ് ഇത്തരത്തിലുള്ള സാമുറായി മാക്സണാണ്. നമ്മളടുത്ത് ഷോഗ് ഉണ്ട്, ഷാവലിൻ ഉണ്ട്, അതിൻ്റെ കസ്റ്റമേഴ്സിനേക്കാൾ കൂടുതൽ ഇതിനാണ് കസ്റ്റമേഴ്സ്. ലെജൻസിന് മാത്രമാണ് ആ വണ്ടി ആവശ്യമുള്ളത്. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് സാമുറായി ഈ മാക്സിൻ്റെ ഒക്കെ നമ്മൾ ഈ ഓൾട്രേഷൻ ഈ ഒരു ലുക്ക് ആക്കുമെങ്കിലും ഷാവലിനും അതേപോലെ തന്നെ ഷോഗും നമ്മൾ അങ്ങനെ വലിയ ഓൾട്രേഷൻ ചെയ്യാറില്ല. എങ്ങനെയാണോ സ്പെക്ക് അങ്ങനെ ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കാറ്. കാരണം
അതാണ് ആ വണ്ടീൻ്റെ ക്ലാസ്. പിന്നെ എൻ്റെ വണ്ടി പേഴ്സണലി ഞാനൊരു എൻ്റെ ഷോഗുണ്ട്, അത് 5 സ്പീഡ് ഷോഗണാണ്, കൺവേർട്ട് ചെയ്ത് 5 സ്പീഡ് ആക്കിയ വണ്ടി. ആ വണ്ടി ഒരു രൂപമാറ്റം ഞാൻ ചെയ്തിട്ടുള്ള കുറേ ആളുകൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. അത് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി യുണീക്ക് ആവണമെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കലുണ്ട്. അപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഷോഗൺ ആകെ 2 കളറല്ലേ ഉള്ളൂ, ഒരു ബ്ലാക്കും പിന്നെ ഒരു ഗ്രേ കളർ, അപ്പോൾ സിൽവർ. ആ ഒരു കളറ് അല്ലാതെ ഷോഗണും ഇല്ല. അപ്പോൾ എല്ലാവരും ഒരേപോലെ അല്ലേ, അപ്പോൾ അങ്ങനെ ആവരുത് എന്ന് ഓർത്തിട്ട് വൈറ്റ് ചെയ്യാനും വയ്യ. വൈറ്റ് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പെട്ടെന്ന് ചളി പിടിക്കലൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എൻ്റെ ഷോഗണിൽ മാത്രമേ ചെറിയൊരു മാറ്റം വരുത്തിയത്. പക്ഷേ നമ്മളിവിടെ സെയിലിന് വെക്കുന്ന ഷോഗണും ഷാവ്ലിനും ആ ഒരു സ്പെക്ക് എങ്ങനെയാണോ അങ്ങനെ ചെയ്യാണ് നമ്മൾ മാക്സിമം ചെയ്യുക. അങ്ങനെ വണ്ടികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പുതിയ പേപ്പറിൽ വണ്ടികൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ സെറ്റ് ചെയ്ത് തരും. ഇത് ഒരു ജി ആണ്, 135G. ഒരു സമയത്ത് 97 അതായത് ഈ ഒരു വണ്ടി സമയത്തൊക്കെ പലർക്കും ജി വേണ്ട എന്നുള്ള സാധനമാണ്. ഇപ്പൊ എല്ലാവരും ആദ്യം ജി ഉണ്ടോന്ന് ചോദിക്കുക. ജി നമുക്ക് എല്ലാവർക്കും അറിയില്ല, പവറായിരിക്കും, എല്ലാ ട്രാക്കിലും ജി ആയിരിക്കും. ഓട്ടോ ചെയ്താലും മാരക പവറാണ്. ജി ഒന്നും ചെയ്യണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ജി ഒന്ന് നല്ല ട്യൂണിങ്ങും ഒക്കെ ആണെങ്കിൽ വണ്ടി പറന്നോളും, ഒരു പേടിയില്ലാതെ പോയിട്ട്. നല്ലതാണ്. 26 27 പേപ്പർ ഉണ്ട്. പിന്നെ കണ്ടീഷൻ എഞ്ചിൻ വർക്ക് ചെയ്തിരുന്നു, ടാങ്ക് ഇതൊക്കെ മാറി. പെയിന്റിങ് കഴിഞ്ഞ വണ്ടിയാണ്. പെയിന്റിങ് കഴിഞ്ഞ വണ്ടിയാണ്. ഷോക്ക് ഉണ്ട് എല്ലാം. ഈ ഒരു സസ്പെൻഷൻ മാത്രമല്ല, മറ്റേ ഫ്രണ്ടിലും ബാക്കിലെ വീല് ഒക്കെ ഓക്കെയാണ്. ഇത് ഈ വീല് നമ്മൾ കയ്യിൽ ഉണ്ട്, മാറ്റി ഇടാനുണ്ട്. വണ്ടി സ്റ്റഡിയാണ്, നല്ല വണ്ടിയാണ്. പിന്നെ ഓടിച്ചാലും ഇഷ്ടപ്പെടും. മീറ്റർ ഇതിന്റെ ഒറിജിനൽ തന്നെ അവിടെ നിൽക്കുകയാണ്, മാറ്റിയില്ല. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കും. വർക്കിംഗ് അല്ല, ഒറിജിനലാണ്. അപ്പൊ പിന്നെ നമ്മൾ റെഡിയാക്കാൻ, അതായത് ഊരാൻ നിന്നിട്ടില്ല. അത് വേണമെങ്കിൽ നമ്മൾ മാറ്റിയിട്ട് കൊടുക്കും. വണ്ടി സെറ്റ് വണ്ടിയാണ്. നമുക്ക് ഓഫർ പ്രൈസിൽ ഒരു 97 കൊടുക്കാം. ഇതൊക്കെ ശരിക്കും മാന്യമായ വിലയാണ്. അതൊന്ന് പുറത്തു പോയി വണ്ടി എടുത്തിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. കണ്ടീഷനില്ലാത്ത വണ്ടികൾ നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് നമ്മൾ 70 രൂപയുടെ വണ്ടി എടുത്തിട്ട് ഒരു 19 രൂപ കയറ്റിയാൽ ആവണ കണ്ടീഷനാണ് ഈ പറഞ്ഞ വണ്ടികളൊക്കെ. അതാണ് നമ്മൾ റേറ്റ് ഇടുമ്പോൾ നമുക്ക് അറിയാം, ആ റേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്നുള്ളത്. അത് നോക്കിയിട്ടാണ് നമ്മൾ റേറ്റുകൾ ഇടുന്നത്. അടുത്തൊരു ചാനൽ ഉണ്ടല്ലോ, ഇത് കൊടുക്കാനുള്ളതല്ല. സെക്കൻഡ് ഓണർ വണ്ടി, 40 റേഞ്ചിൽ എന്തായാലും ഇത് എനിക്ക് പൈസ ഇറങ്ങിയിട്ടുണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള വണ്ടികൾ നമ്മളെടുത്ത്, ഇത് ജസ്റ്റ് കാണിക്കാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള വണ്ടികൾ നമ്മളെടുത്ത് പുറത്തുണ്ട്. ആളുകൾ പറയുകയാണെങ്കിൽ നമുക്ക് എടുത്തെടുക്കാൻ പറ്റും. പക്ഷേ പ്രൈസിലൊന്നും ശരിക്ക് വർക്ക് എടുത്ത വണ്ടിയാണെങ്കിൽ ഒരു 55 65 70 ആ ഒരു റേറ്റിൽ വരാതെ ഒരിക്കലും വണ്ടി തരാൻ പറ്റില്ല. ഇനി ആരെങ്കിലും വീഡിയോക്ക് താഴെ വന്നിട്ട് ഇങ്ങനത്തെ വണ്ടി ഒരു 10,000-നോ 20,000-നോ 30,000-നോ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നേരെ ഷോപ്പിൽ വരെ ഒരു 19 വണ്ടി നമ്മൾ എടുക്കും. അതായത് കിട്ടാനില്ല, ഫുള്ള് വർക്ക് ചെയ്യുന്ന വണ്ടി, നല്ല റേറ്റ് വരും. ഇത് നമ്മൾ മെയിനായിട്ട് ഷോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 70 റേഞ്ചിലൊക്കെ നല്ല വണ്ടി, ഒരു 60-65 റേഞ്ചിൽ പണി എടുത്ത വണ്ടി, ഒരു 30 രൂപ 35,000 രൂപ കയറ്റിയ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ മാത്രം പണി ഇത് കൊടുക്കുള്ളൂ. അല്ലാതെ നമുക്ക് റിസ്ക് ആണ്. കാരണം ഇത്തരം വണ്ടികളിൽ മെനക്കെട് കുറച്ച് കൂടുതലാണ്. കുറഞ്ഞ ആളുകൾ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത്രയും വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത്. അതൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ളതും പുറത്തുള്ളതുമായിട്ട് ഒരു 20 വണ്ടി റെഡിയിലുണ്ട്. അപ്പോൾ ഓണായിട്ട് സ്പെഷ്യൽ ഓഫർ കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസമായി നമ്മൾ വീഡിയോ എടുക്കണം വിചാരിക്കണല്ലേ? അതെ, നമുക്ക് പനി പിടിച്ചുകൊണ്ട് അങ്ങനെ പോയതാട്ടോ. ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇതിനാണ് കൂടുതൽ വണ്ടികൾ വരുള്ളൂ. ഇൻഷാ അല്ലാ. അതായത് നമ്മള് വണ്ടി റെഡി ആവുന്നതിനനുസരിച്ച് നമ്മൾ ഔട്ട് ചെയ്യും. പിന്നെ പെട്ടെന്ന് പോകുമ്പോ പിന്നെ നിന്നെ വിളിക്കേണ്ട ഒരു സാഹചര്യം വരില്ല. ഈ വിളിക്കുമ്പോഴും ഇതാണ്. അപ്പൊ 3 ദിവസമാണ് കേട്ടോ. ഇപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 3 ദിവസമാണ് നിങ്ങൾക്ക് ഓഫർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. 10,000 രൂപ വരെ ഡിസ്കൗണ്ട് ഉള്ള വണ്ടികളുണ്ട് അല്ലേ? വിത്ത് ഹെൽമെറ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു 2 സ്ട്രോക്ക് ബൈക്കുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കാര്യങ്ങൾ, ലൊക്കേഷൻ കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. എത്ര മണി മുതൽ എത്ര മണി വരെ വിളിക്കാം? നമ്മൾ നിലവിൽ എനി ടൈം നമ്മളെ ടീം ഇവിടെ ഉണ്ടാവും. നിങ്ങൾ വരികയാണ് എടുക്കുകയാണെന്നുള്ള മൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു 2 കിലോമീറ്റർ ഉള്ളിലായിട്ട് എപ്പോഴും ആളുണ്ടാവും. എനി ടൈം
നിങ്ങൾക്ക് തുറന്ന് നിങ്ങൾ എടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ഷോപ്പിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ടുള്ള സമയം കണ്ടെത്താൻ പറ്റില്ല. ഇൻ കേസ് ഇവിടെ ക്ലോസ് ആയി കിടക്കുകയാണെങ്കിൽ വിളിച്ചാൽ മതി, നമ്മളിവിടെ എപ്പോഴും പുറത്തുണ്ടാവും. ഓക്കെ. എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സർവീസ് ചെയ്യണമെന്നാണ് എപ്പോഴും ആഗ്രഹിക്കൽ. കാരണം ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ ഒന്നും അറിയാത്ത ഒരാളായി പോയി എടുത്തതാണ്. അപ്പോൾ ഈ ഒരു 2 സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് വണ്ടി എടുത്തിട്ട് ഒരു പണി കിട്ടിയ അതിന് 70,000 രൂപക്ക് എടുത്ത വണ്ടിയാണെങ്കിലും 1.5 ലക്ഷത്തിന് എടുത്ത വണ്ടിയാണെങ്കിലും ഫസ്റ്റ് ഒരു പണി കിട്ടിയ ആദ്യം ഒരു ബിഗിനർ വിചാരിക്കല് ഞാൻ ചതിക്കപ്പെട്ടു, പറ്റിക്കപ്പെട്ടു, അങ്ങനെ പറ്റിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ഇനി അതല്ല 2 സ്ട്രോക്ക് വണ്ടികൾ കൂടുതലായിട്ട് പണിയെടുക്കാൻ അറിയാത്ത ആളുകളുടെ അടുത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ചതിയിലാണ് അകപ്പെട്ടു. അപ്പോൾ ഒരു പക്ഷെ നല്ലൊരു ബില്ലും വരാം. നല്ല പണി അറിയുന്ന ആളുകളും തീരെ പണി അറിയാത്ത ആളുകളുമാണ് ഈ ഒരു ഫീൽഡിൽ ഏറ്റവും വലിയ പ്രശ്നക്കാര്. കാരണം വലിയ ബില്ലിടലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റില്ല. ഇപ്പോൾ എനിക്ക് അനുഭവമുള്ള കുറേ കേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വലിവ് കുറവുണ്ടാവും, ചെറിയ മിസ്സിങ് ഉണ്ടാവും, അതേപോലെ തന്നെ തീരെ പെർഫോമൻസ് ഒരു ഏറ്റവും എക്സാമ്പിൾ പറഞ്ഞാൽ വലിവില്ല മിസ്സിങ് ആണെന്ന് പറഞ്ഞാൽ നേരെ സിലിണ്ടർ സ്ലീവാണ്, ഊരിക്കോ കാർബറേറ്റർ മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു 20,000 രൂപയുടെ ബില്ല് ഇടുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. ശരിക്കും അതിനൊന്നും ഒരു ആവശ്യം വരുന്നില്ല. ഞങ്ങൾ അത് ഒരു പക്ഷേ നിങ്ങൾ ക്യാറ്റ് ഇട്ടിട്ടുണ്ടാവും, ആ ക്യാറ്റ് ഒന്ന് ഊരിക്കാണ്ട് ഓർഡിനറി ഇട്ട് പോകുക, അത് സൈലൻസർ ബ്ലോക്കിൽ വലിവ് കുറവ് വരും, അങ്ങനത്തെ കുറേ കേസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി പണിയെടുപ്പിക്കുന്ന ആളുകൾ ഓക്കെ ആണെന്നും എടുക്കുന്ന പണികൾ കറക്റ്റ് ആണെന്നും നിങ്ങൾ കൂടി ഉറപ്പ് വരുത്തുക. അപ്പോൾ പറ്റിക്കപ്പെടാൻ എപ്പോഴും നമ്മളിപ്പോൾ കടയിൽ നിന്ന് എടുക്കായാലും നിങ്ങൾ കൂടി കാരണക്കാരാണ് ഒരു വണ്ടി നിങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നോക്കിയെടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 2 സ്ട്രോക്കിൽ അങ്ങനെ വലിയ പണികളൊന്നും വരാനില്ല. ഒരു ഡൂക്കോ ഡൊമിനോറോ ഒക്കെ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പണി കിട്ടുന്നതിന്റെ പകുതി പൈസന്റെ പണി കിട്ടാനില്ല. പിന്നെ ഇത് സ്വർണത്തിനേക്കാൾ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6 മാസം മുന്നത്തെ റേറ്റ് അല്ല ഇപ്പോൾ, ഇനി അടുത്ത 6 മാസം ആകുമ്പോൾ ഇതിലേറെ റേറ്റ് ആയിരിക്കും. അപ്പോൾ നൈസിൽ ഇങ്ങനെ കൊണ്ടടക്കുകയാണെങ്കിൽ ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി ശരിക്കും 2 സ്ട്രോക്കാണ്. നമ്മൾ ഇവിടെ വരുന്ന ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് കൊടുക്കാറ്. ചിലർ വാങ്ങിക്കാതെ തിരിച്ചു പോകും, പിന്നെ അവർ വന്നിട്ട് നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കലുണ്ട്. അപ്പോൾ നല്ല സർവീസ് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞതിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. നമ്മളൊരു രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ്, സൗണ്ട് കാര്യങ്ങൾ കേൾക്കണം, അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി താഴെ നമ്പറുകളിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്ക് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, പലപ്പോഴും കോള് എടുത്തിട്ട് അത് എല്ലാവരുടെയും ഒരു ഇപ്പോൾ ഇവൺ നിൻ്റെ അടക്കം ഒരു മാറ്റർ ആയിരിക്കും, കോള് എടുത്തിട്ട് കറക്റ്റ് റിപ്ലൈ കിട്ടാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറിയ മക്കളൊക്കെ വിളിച്ചിട്ട് നമ്മൾ സൗണ്ടൊക്കെ വലുതായിരിക്കും വിളിച്ചിട്ട് അവർ പറയാം ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നതിൻ്റെ അടുക്ക് അവർ നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് എന്തെങ്കിലും ഫോൺ എടുക്കാത്ത, എന്താ റിപ്ലൈ ഇല്ലാത്ത, രാത്രി 1 മണി 2 മണി 3 മണിക്കൊക്കെ വിളിച്ചിട്ട് കേൾക്കാറത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവർ പറയും. നമ്മളിത് കാര്യത്തോടെ അടുക്കുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഓരോ നമ്മളോട് പറയും 5 സ്പീഡ് വേണം, അതേപോലെ തന്നെ ഒറിജിനൽ കേരള വേണം, പിൻ ടു പിൻ ആയിരിക്കണം, അത് RSZൽ ബ്ലൂ കളർ, അങ്ങനെ കുറേ കണ്ടീഷനൊക്കെ പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും യെസ് ആളിത് വാങ്ങിക്കാനുള്ള പ്ലാനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എത്ര ബഡ്ജറ്റ് ചോദിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ആകെ ഷോക്കായി പോവുക. ഒരു 60-65 വരെ ഞാൻ വില്ലിങ് ആണ്, എനിക്ക് ആ ഒരു റേറ്റ് വരെ ഓക്കെ ആണ്, അതിനുള്ളൊരു വണ്ടി വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ആ ഒരു സീനൊക്കെ നമുക്കൊന്നും പറയണ്ടല്ലോ. അങ്ങനത്തെ കോളുകൾ ഒരുപാട് വരുന്നുണ്ട്. ജെന്വിൻ കസ്റ്റമർ ആരാണെന്നും മനസ്സിലാവണില്ല. അത് കാരണം വിളിക്കുന്ന എല്ലാവരോടും ഇപ്പോൾ ഞാൻ പറയാം നിങ്ങൾ ബഡ്ജറ്റ് ചോദിച്ചാലേന്ന്. അപ്പം അങ്ങനെ ഈ ബഡ്ജറ്റ് ചോദിക്കുമ്പോൾ വിഷമമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇതാണ് മാറ്റർ. എനിക്ക് വരില്ല സീന് ചോദ്യക്കാരൻ ചോദിക്കാം, നമുക്ക് ആ സങ്കടം തോന്നും. കാരണം നമ്മൾ കുറെ പറഞ്ഞിട്ട് ഈ കാര്യം ഇതൊക്കെ കേൾക്കണേ. അപ്പൊ അതൊക്കെയാണ് പലപ്പോഴും റിപ്ലൈ പ്രോപ്പർ ആയിട്ട് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ വണ്ടികൾ നോക്കാതെ അല്ലെങ്കിൽ ആ ഏത് വണ്ടിയാണോ അതിന്റെ ഒരു ഡീറ്റെയിൽ നിങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇവിടെ അടുത്തുള്ള ലൊക്കേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷോറൂമിൽ വന്നിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്കായിട്ട് സമയം തരാൻ പറ്റും. ഞാൻ പറഞ്ഞത് എനി ടൈം നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.